സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. മൂലധന ചെലവിൻ്റെ ഏതാണ്ട് 40-45% കിഫ്ബിയിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ദേശീയ ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ 58 മുതൽ 60% വരെ കേന്ദ്ര കടവാണ്. കോവിഡ് സമയത്ത് നമ്മൾ എല്ലായിടത്തും മാന്ദ്യമായിരുന്നല്ലോ. കിഫ്ബിയുടെ പദ്ധതികൾ 10,000 കോടി നമുക്ക് ചിലവാക്കാൻ കഴിയും. ഈ കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും? കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കടമെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഇന്നത്തെ ആധുനിക ധനകാര്യ ശാസ്ത്രത്തിൽ മണ്ടത്തരവുമാണ്. കേരളത്തിൻ്റെ കടവും കിഫ്ബിയുടെ കടവും തമ്മിൽ ഒരു ബന്ധമേ ഇല്ല. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട്. മസാല ബോണ്ട് ഒരു ക്ലോസ് ചാപ്റ്ററാണ്. ആ റേറ്റിംഗ് തരാനായിട്ട് തുടങ്ങുമ്പോൾ ഈ കേസ് വന്ന കാര്യം പറഞ്ഞപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു നിൽക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു. ഏജ്ഡ് ടീം വരുമ്പം ഈ ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെ താക്കോൽ അവരെ ഏൽപ്പിക്കും. മുഖ്യമന്ത്രി ഒരു എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ബീയിങ്. കിഫ്ബി കൊണ്ട് സർക്കാരിന് ₹1 പോലും കടം വരികയില്ല. പ്രശസ്ത ധനകാര്യ വിദഗ്ധനും കേരളത്തിൻ്റെ വികസനത്തിൽ സുപ്രധാന റോൾ വഹിക്കുന്ന കിഫ്ബിയുടെ സിഇഒയും കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ശ്രീ ഡോക്ടർ KM എബ്രഹാമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ KM എബ്രഹാം സർ. കിഫ്ബി 25 വർഷം പിന്നിട്ടു. കിഫ്ബിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? കിഫ്ബിക്ക് സുഖമാണോ? കിഫ്ബിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കിഫ്ബിക്ക് സുഖമാണ്. നല്ല ആരോഗ്യമായിട്ട് മുന്നോട്ട് പോകുന്നു. കിഫ്ബി തുടങ്ങിയപ്പം ഗവൺമെൻറ് കണ്ട ലക്ഷ്യങ്ങൾ അത് വലിയൊരു പരിധിവരെയും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഈ 25 കൊല്ലം പിന്നിടുമ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ എത്ര തുകയുടെ വികസന പദ്ധതിക്കാണ് തുടക്കമിട്ടത്? നമ്മൾ ഇപ്പോൾ 90,000 കോടി കഴിഞ്ഞു. പദ്ധതികൾ അപ്രൂവ് ചെയ്ത പദ്ധതികൾ കഴിഞ്ഞു. 1 ലക്ഷത്തിൽ പരം പദ്ധതികൾ ആണ് ഇപ്പോൾ കാണുന്നത്. അത്രയും ആവും എന്നുള്ളതാണ് കാണുന്നത്. 90,000 ഓൾറെഡി നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കിഫ്ബിക്ക് വേണ്ടി മോട്ടോർ വാഹന നികുതിയുടെ 50%, പിന്നെ പെട്രോളിയം സെസ്സും നീക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാതുള്ളതെല്ലാം വായ്പയിലൂടെ അല്ലേ? അങ്ങനെയല്ല. അതായത് കിഫ്ബിയുടെ ഈ ഫിനാൻഷ്യൽ മോഡൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഞാനൊരു ലളിതമായിട്ടുള്ളൊരു ഭാഷയെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഒരു മകനോ മകളോ വന്നിട്ടൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കണം. അത് 2.5 ലക്ഷം രൂപ ആകും. അപ്പം നമ്മൾ പറയുന്നു ശരി, ഞാൻ അതിൻ്റെ EMI അടച്ചോളാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ അവരെ കൊണ്ടത് വാങ്ങിപ്പിക്കുന്നു. 15,000 രൂപ വെച്ച് എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാനത് മാറ്റി വെക്കുന്നു. 2 വർഷം കഴിയുമ്പം ഈ വായ്പ അടയുന്നു. ഇതാണ് കിഫ്ബിയുടെ മോഡൽ. അപ്പം നമ്മൾ ആകെ കൂടെ ചെയ്യേണ്ടത് ഈ 15,000 രൂപ എല്ലാ മാസവും എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ഈ EMI അടയ്ക്കാൻ എൻ്റെ മകനോ മകൾക്കോ കൊടുക്കേണ്ടതുണ്ട്. ഇതുതന്നെയാണ് കിഫ്ബി എന്ന് പറഞ്ഞാൽ. മോട്ടോർ വെഹിക്കിൾ ടാക്സും ഈ സെസ്സും ഇത് ഈ 15,000 രൂപ എൻ്റെ ശമ്പളത്തിൽ നിന്ന് മാറ്റുന്നത് പോലെയാണ്. സർക്കാരിൻ്റെ വരുമാനം ധാരാളം റവന്യൂ റിസീറ്റ്സ് ഉണ്ടല്ലോ. അതിൽ ഈ ഒരു ചെറിയ വിഹിതം സ്ഥിരമായിട്ട് EMI അടയ്ക്കാനായിട്ട് എൻ്റെ മകനോ മകളോ ആ സ്ഥാനത്ത് കിഫ്ബിയെ കണ്ടാൽ കൊടുക്കുക, അത് അടച്ചു തീർക്കുക. അപ്പം കിഫ്ബി കൊണ്ട് സർക്കാരിന് ₹1 പോലും കടം വരികയില്ല. കിഫ്ബിയിലൂടെ കടബാധ്യത ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാരണം കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫിനാൻസിൽ ലെവറേജ് എന്നൊരു പദമുണ്ട്. ലെവറേജ് എന്ന് പറഞ്ഞാൽ കടമെടുക്കുക. ഇതാണ് ലെവറേജ് എന്ന് പറയുന്നത്. ഈ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ലെവറേജ് ചെയ്യുന്നത് അതിനെ ഞങ്ങൾ വിളിക്കുന്നത് കൺട്രോൾഡ് ലെവറേജ് മോഡൽ എന്നാണ്. ഈ കൺട്രോൾഡ് ലെവറേജ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വരുന്ന 10 കൊല്ലം കൊണ്ട് കിഫ്ബിക്ക് കേരള സർക്കാരിൻ്റെ മോട്ടോർ വെഹിക്കിൾ ടാക്സും സെസ്സും വിഹിതമായിട്ട് കിട്ടുന്നോ ആ തുകയിൽ ഒതുക്കിക്കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് പ്രോജക്റ്റുകൾ നടത്താൻ കഴിയുകയുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് EMI കൊടുക്കുന്ന ഈ മാതാപിതാക്കൾക്ക് എങ്ങനെയാണോ ഈ രൂപ മാറ്റി വെക്കുന്നത് അത്രയും ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേന്ദ്രത്തിനോട് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങും അല്ല, കടമെടുപ്പും ഒന്നുമല്ല, ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണെന്ന് കേന്ദ്രം പറയുന്നത്. അത് വളരെ തെറ്റാണ്. അത് വളരെ തെറ്റാണ്. കാരണം ഞാനൊരു ഉദാഹരണം നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ടൊന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് താരതമ്യപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വളരെ റിലവൻ്റ് ആണത്. ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൺട്രോൾ ലെവറേജ് മോഡലല്ല. അവർ തുടങ്ങുന്ന പ്രോജക്റ്റ് എന്താണെങ്കിലും അതിൻ്റെ റീപേയ്മെൻറ്റ് കേന്ദ്ര സർക്കാർ ചെയ്യും. നമ്മൾ അത്രയും കൂടെ പോലും അതിനെക്കാട്ടിലും വളരെ ഡിസിപ്ലിൻഡാണ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രൂപയെ തരത്തുള്ളൂ,
അതിനകത്ത് നിർത്തി നിങ്ങൾ 1 ലക്ഷം കോടിയോ 2 ലക്ഷം കോടിയോ നടത്തിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ തരുന്ന ഈ 15 കൊല്ലം കൊണ്ട് സർക്കാർ നമ്മളോട് പറയുകയാണ്, അതിനകത്ത് അല്ലെങ്കിൽ 20 കൊല്ലം ഞങ്ങൾ തരികയാണെങ്കിൽ അതിനകത്തുള്ള പ്രോജക്ട്സ് നിങ്ങൾ നടത്തിക്കൂ. അപ്പം നമ്മുടെ എപ്പോഴും നമ്മൾ ചിലവാക്കുമ്പം, നമ്മൾ പുതിയ പ്രോജക്റ്റുകൾ എടുക്കുമ്പം ഇതിനൊരു അപ്പർ ലിമിറ്റുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു കടക്കണിയിലേക്ക് പോകത്തില്ല. ഈ കടക്കണിയിലേക്ക് ഒരു സാധാരണക്കാരൻ എന്ത് സംഭവിക്കാം, എപ്പോഴാണ് ഒരു കടക്കണിയിലേക്ക് പോകുന്നത്, അതും കൂടെ ഞാനൊന്ന് പറയാം. വളരെ വളരെ രസകരമായിട്ട് ആ മോഡലിൻ്റെ ഒരു സൈഡാണ്. അതായത് ഈ കുട്ടിക്ക് പിന്നെ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ നമ്മൾ പറഞ്ഞയച്ചു, 15,000 രൂപ കൊടുക്കാമെന്നുള്ള ഈ കുട്ടി പോയിട്ട് ഒരു കാറങ്ങ് വാങ്ങിച്ചാൽ എടുക്കും. എന്നാലും നമുക്ക് 15,000 രൂപയുള്ളല്ലോ. കിഫ്ബിയുടെ കാര്യത്തിൽ അത് സംഭവിക്കുകയില്ല. എന്താ സംഭവിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു കൺട്രോൾഡ് ലെവൽ മോഡലല്ലേ. അപ്പോൾ ആ കൺട്രോൾഡ് മോഡലായതുകൊണ്ട് നമുക്കൊരു കണക്കുണ്ട്. ആ കണക്കിന് ധനകാര്യത്തിൽ പറയുന്ന അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്നാണ്. അതായത് അസറ്റും ലയബിലിറ്റിയും കൂടെ എപ്പോഴും പിന്നെ ബാലൻസ് ചെയ്ത് നിൽക്കണം. ഈ മോഡൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പോയിട്ട് ഇഷ്ടമുള്ള കണക്ക് ഇപ്പം 1 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോഴത്തെ തോതനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. നമ്മളിന്നേരം വായ്പ എടുക്കുന്നില്ലേ? വായ്പ എടുക്കുന്നുണ്ട്. ആ വായ്പ എടുക്കുന്നതിന് ആ വായ്പ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ വായ്പ എടുക്കുന്നത് മൊത്തം ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആ തുകയുണ്ടല്ലോ, അല്ലല്ല, ആ തുകയ്ക്കകത്ത് നിർത്തി അതിൻ്റെ പ്രിൻസിപ്പൽ പേയ്മെൻറ്റും പലിശ റീപേയ്മെൻറ്റും എല്ലാം നടക്കും. അതിനു വേണ്ടിയുള്ള ഒരു തുക ഈ 2 ഇനത്തിന് കിട്ടുന്നുണ്ട്. അത് പക്ഷേങ്കിൽ നമുക്ക് 30 കൊല്ലം കാണത്തില്ലേ, അല്ലെങ്കിൽ 50 കൊല്ലം കാണത്തില്ലേ. അപ്പോൾ ഇതൊരു കണ്ടിന്യൂയിങ് മോഡലല്ലേ, ലോങ് ടേം പ്രോസസ്സാണ്. ആ ലോങ് ടേം പ്രോസസ്സിനകത്ത് വരുന്നത് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോഡലിന് ഒരു പ്രത്യേക ഒരു ശാസ്ത്രമുണ്ട് എൻ്റെ പിന്നിൽ. ആ ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഒരു ലിമിറ്റേഷനുണ്ട്. ഒന്ന്, അതൊരു ലംപി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയും. ലംപി എന്ന് ഞാൻ പറയാൻ കാര്യം, ഇപ്പം നമ്മളൊരു വീട് വെക്കുന്നു, 25 ലക്ഷം രൂപയുടെ വീടാണ് വെക്കേണ്ടത്. അപ്പോൾ 25,000 രൂപ എനിക്കുള്ളൂ, പുറപ്പെടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ 25 ലക്ഷം രൂപയുടെ വീട് വെക്കുമ്പോൾ ആ 25 ലക്ഷം രൂപ നമ്മൾ കരുതണ്ടേ. കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് പറ്റിയ ഏറ്റവും വലിയൊരു അപകടം അതാണ്. അത് കേരളത്തിൻ്റെ കുറ്റമല്ല, കേരളത്തിൻ്റെ ഈ വികസന മോഡലിൻ്റെ ഒരു പരിണാമ ഫലമാണ്. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ, കേരളം വളരെ കൂടുതൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വെൽഫെയറിൽ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മളതിന് പണം മാറ്റി വെക്കും. നമ്മൾ നമ്മുടെ ജീവനക്കാരെയും തൊഴിലാളികളെയും നമ്മുടെ സാധാരണ ജനങ്ങളെയും നല്ലോണമൊക്കെ കരുതും. ഇത് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്. അത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ എന്തു പറ്റും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നമുക്ക് മിച്ചം പണമില്ല. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറയാം. ഉത്തർപ്രദേശിൽ ഈ വർഷം അവർ ടോട്ടൽ അവരുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 6% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. തമിഴ്നാട് 1.5%. ഇപ്പോഴാണ് തമിഴ്നാടും ഈ വെൽഫെയറൊക്കെ കൂട്ടിയതിന് ശേഷമാണ് അവർ അല്പം കുറഞ്ഞത്. അല്ലെങ്കിൽ അവരൊരു 2% മേളിൽ. നമ്മൾ കുറേ നാളായിട്ട് 1.1 ഈ കണക്കിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം കിഫ്ബി കൊണ്ടുവന്നപ്പം 2 കാര്യങ്ങൾക്കാണ് പരിധി. ഈ ഒരു പാരമ്പര്യത്തിൻ്റെ രീതിക്ക് ഒരു ബദലായിട്ടാണ് കിഫ്ബി കൊണ്ടുവന്നത്. അപ്പോൾ കിഫ്ബി ഒരു കാര്യം ഗവൺമെൻറ്റിനും ഗവൺമെൻറ്റിൻ്റെ ചുമതലയുള്ളവർക്കും മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു മുന്നേറ്റവും പറ്റിയല്ല, അടിസ്ഥാന സൗകര്യ വികസനം പറ്റില്ല, നടക്കത്തേയില്ല. ഉള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഞാൻ ഈ പറഞ്ഞ 1% ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് 13 ലക്ഷം കോടിയുണ്ട്. അതിൻ്റെ 13,000 കോടിയാണ് ആ കൂടെ ചിലവാക്കാൻ കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് കിഫ്ബി പോലെ വെച്ചിട്ട്, കിഫ്ബിക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുന്ന അതേ ഉപമ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പണം എല്ലാ മാസവും എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുക. ആ പണം വെച്ചിട്ട് അവർ കടമെടുത്തിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബിൽഡ് ചെയ്യുക. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പണം വെച്ചിട്ട് ഈ കടമടച്ച് തീർക്കുക. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പുറത്ത് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരുന്നത്, നമ്മളെടുക്കുന്ന വായ്പയ്ക്കുള്ള പലിശ അത് ആരടയ്ക്കും തിരിച്ച്? പ്രിൻസിപ്പളും പലിശയും രണ്ടും കൂടെ ചേർത്താണ് ഗവൺമെൻറ്റിൽ നിന്ന് തരുന്ന ഈ മോട്ടോർ വെഹിക്കിളിൽ നിന്ന് അടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് പറഞ്ഞല്ലോ, അത് വളരെ ശാസ്ത്രീയമായിട്ട് ഞങ്ങളിവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗ് മോഡൽസ് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഏത് നിമിഷവും ഇപ്പം നമ്മൾ അതിൻ്റെ സിസ്റ്റത്തിലോട്ട് കയറിയാൽ എത്ര പണം നമ്മൾ കരുതിയിരിക്കണം എന്ന് അത് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് കടക്കണിയിലോട്ട് പോകുന്നൊരു വിഷയം ഉദിക്കുന്നില്ല ഇനി. അല്ല, കടക്കണിയിലാണെന്നൊരു ആക്ഷേപമുണ്ട്. കേരളം കടക്കണിയിലാണ്. ശരിക്കും കടക്കണിയിലാണോ പലിശക്കണിയിലാണോ
എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ കാര്യം കേരളത്തിന്റെ കാര്യം അതിന് അങ്ങനെ ഒരു കടക്കണിയിലേക്ക് പോകാൻ ഇടയാക്കിയ കാരണങ്ങളിൽ ഒന്ന് കിഫ്ബി ആണെന്നാണ് ആശയം. അത് വളരെ തെറ്റായിട്ടുള്ളൊരു അടിസ്ഥാനത്തിൽ നിന്നാണ്, ആ ഒരു സംശയത്തിൽ നിന്നാണ്. അത് എസെൻഷ്യലി കിഫ്ബിയെ മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ട് മാത്രം വരുന്ന ഒരു ആശങ്കയാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ കടവും കിഫ്ബിയുടെ കടവും തമ്മിൽ ഒരു ബന്ധമേ ഇല്ല. അത് ഞാൻ അതിൻ്റെ ശാസ്ത്രം മനസ്സിലായല്ലോ. കാരണം നമുക്ക് കേരള സർക്കാർ കിഫ്ബിക്ക് ഇത്രയും പണമേ നൽകൂ, ഇതിൽ കൂടുതൽ അവരൊരു പണവും നൽകത്തില്ല. അവർക്ക് നൽകാം, ആക്ടിൽ വ്യവസ്ഥയുണ്ട്, പക്ഷെ നമുക്ക് ഇതിൽ കൂടുതൽ അവരൊന്നും നൽകുകയില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ നൽകാതിരിക്കുമ്പോൾ ഈ തുകയ്ക്കകത്ത് വെച്ച് വേണം കിഫ്ബി മാനേജ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് കേരള സർക്കാരിൻ്റെ കടക്കണിയിലാക്കി കിഫ്ബി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. അതൊരു കാര്യം. കേരള സർക്കാർ എന്ത് ചെയ്യും? ഈ നേരത്തെ ആ മാതാപിതാവിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് അവർ കുറച്ച് അര കെട്ടി കുറച്ചൊന്ന് അവരുടെ ചിലവ് ചുരുക്കണം. കാരണം ഈ മോട്ടോർ വെഹിക്കിൾ ടാക്സ് 50% സെസ്സും കൂടെ മാറ്റിയിടുമ്പം അവർക്കത്രയും അവരുടെ കയ്യിൽ അത്രയും പണം കുറയുമല്ലോ. പക്ഷെ നമ്മൾ അങ്ങനെയല്ലേ വീട് വെക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒരു EMI അടയ്ക്കാൻ ബാങ്കിന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ മാസം നമ്മുടെ ചിലവ് കുറിക്കുക. എന്തിനാണ്? ആ വീട് വെക്കണം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ. കേരള കിഫ്ബിയിലൂടെ ഒരു കടബാധ്യതയും കടക്കണിയും ഉണ്ടാകുകയില്ല. ശരിക്കും സാർ ഒരു ധനകാര്യ വിദഗ്ധൻ കൂടിയാണ്. ശരിക്കും കേരളം ഒരു കടക്കണിയിലാണോ? കേരളത്തിന്റെ പൊതുകടം 1 ലക്ഷം കോടിയിൽ 5 ലക്ഷം കോടിയായി വർദ്ധിച്ചു. അതൊക്കെ സംഖ്യകൾ പറയുന്ന ഒരു വലിയൊരു ഇതാണ്. ഞാൻ പറയുന്നത് കേരളത്തിൽ നമ്മുടെ ഇപ്പം ഒരു മലയാളിയുടെ പുറത്ത്, ഒരു കേരളീയൻ്റെ പുറത്ത് 2 തരത്തിലുള്ള കടമാണല്ലോ വരുന്നത്. ഒന്ന് സംസ്ഥാനം എടുക്കുന്ന കടം, വേറൊന്ന് കേന്ദ്രം എടുക്കുന്ന കടം. നമ്മളെപ്പോഴും സംസാരിക്കുന്നത് സംസ്ഥാനം എടുക്കുന്ന കടത്തിനെ കുറിച്ച്. കേന്ദ്രം എടുക്കുന്ന കടത്തെക്കുറിച്ച് ആരും പറയത്തില്ല. അതെന്താണ് ശരിക്കും? അത് യഥാർത്ഥത്തിൽ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ, അതായത് ദേശീയ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 58 മുതൽ 60% വരെ കേന്ദ്ര കടമാണ്. നമ്മുടെ കടം, സംസ്ഥാനം ഉണ്ടാക്കുന്ന കടം 30 മുതൽ 31% വരെയാണ്. അപ്പോൾ ഈ കടത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ 60% കേന്ദ്രത്തിൽ നിന്നാണ് ഒരു ആവറേജ് മലയാളിയുടെ പുറത്ത് വരുന്നത്. ഒരു ആവറേജ് കേരളീയൻ്റെ പുറത്ത് വരുന്നതെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വീട്ടണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒന്നിൽ ടാക്സ് കൊടുക്കണം, ഡയറക്റ്റ് കൊടുക്കണം, ഇൻഡയറക്റ്റ് കൊടുക്കണം, എന്തെങ്കിലും ടാക്സോ ഫീസോ കൊടുത്തിട്ടല്ലേ ഇത് വീട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഈ കടം എങ്ങനെയാണോ വരുന്നതെന്ന് പറഞ്ഞാൽ ആ കടത്തിനകത്ത് 2 കോമ്പണൻസ് ഉണ്ട്. കേന്ദ്രം ഉണ്ടാക്കുന്നത്, കേരളം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കേരളം കടക്കണിയിലാന്ന് പറയുമ്പോൾ എന്താ വിശേഷിപ്പിക്കുന്നത്? അങ്ങനെ ഈ കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂ? കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കടമെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഇന്നത്തെ ആധുനിക ധനകാര്യ ശാസ്ത്രത്തിൽ മണ്ടത്തരവുമാണ്. കാരണം എല്ലാ മാർക്കറ്റുകളും ഇന്ന് ബിൽഡ് ചെയ്തിരിക്കുന്ന ലെവറേജിൻ്റെ പുറത്താണ്. നമ്മളിപ്പോൾ 30% കാര്യം പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ കടം 60%, ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 60% കടത്തിൽ അവർക്ക് കടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടം എന്തിനെടുക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ആക്ഷേപം ഈ കടമെടുക്കുമ്പോൾ അത് പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചറിലേക്ക് പോകുന്നില്ല. ഇതും മനസ്സിലുണ്ടായിരുന്നു. കിഫ്ബിക്ക് രൂപം കൊടുത്തപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക്കും ഭരണത്തിൽ വരുമ്പം ഈ കിഫ്ബിക്ക് രൂപം കൊടുത്തപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ വരാൻ പാടില്ല. അതിൻ്റെ കാരണം ₹1 നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൂലധന ചെലവിന് വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് 2 മുതൽ 4 മടങ്ങായിട്ട് അത് തിരികെ കിട്ടും. എന്ന് വെച്ചാൽ ₹1 നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലവാക്കിയാൽ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം ₹4 അല്ലെങ്കിൽ 3 മുതൽ 4 അല്ലെങ്കിൽ 2 മുതൽ 4 വരെ വർദ്ധിക്കും. റെയിൽവേ പോലുള്ള വലിയ പദ്ധതികളാണെങ്കിൽ ₹5 വരെ വർദ്ധിക്കും. അത് പദ്ധതികളുടെ ഒരു നേച്ചർ അനുസരിച്ചിരിക്കും. സാധാരണഗതിയിൽ ഒരു നാഷണൽ ഹൈവേ, ഒരു റോഡോ വരുമ്പോൾ ഈസി ആയിട്ട് 2.5 മുതൽ 3.5 വരെ തിരിച്ച് ആ ₹1 കൊണ്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അത്ര വലിയ എഫക്റ്റാണ് ഈ മൂലധന ചെലവിൽ നിന്ന് അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളതാണ് വിഷയം. നമ്മളിപ്പം ഒരുപാട് രൂപ കടമെടുത്ത് ഒരുപാട് രൂപ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള എക്സ്പെൻഡിച്ചറിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറയുന്ന കണക്ക് കടം കൊണ്ട് ദോഷം സംഭവിക്കും. ഉൽപ്പാദനപരമായിട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ കിഫ്ബിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടമെടുക്കുന്ന എല്ലാ രൂപ ഓരോന്നും പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും റീപേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് മൊത്തം
ഈ ഈ മൂലധന ചെലവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ടൊരു ട്രാൻസ്മിഷനാണ്. ഇപ്പോൾ 1 രൂപ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു 13,000 കോടി രൂപയാണ് ഒരു സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ മൂലധന ചെലവിന് മാറ്റി വെച്ചിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഏതാണ്ട് ഒരു 10% ടോട്ടൽ ബഡ്ജറ്റ് 1.5 ലക്ഷം കോടിയാണെങ്കിൽ, നമ്മളുടെ കേരള ബഡ്ജറ്റ് അത്രയാണെങ്കിൽ അതിൻ്റെ ഒരു 10% താഴെയുള്ളൂ. അപ്പോൾ 10% താഴെ മാത്രമാണ് ഒരു സാധാരണ സംസ്ഥാന സർക്കാർ ഈ മൂലധന ചെലവിന് ചെയ്യുന്നത്. കിഫ്ബിയോ ആ കിട്ടുന്ന പണം മറ്റേ കിഫ്ബിയുടെ ഇൻറ്റേർണലായിട്ടുള്ള ചിലവ് കിഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പണവും അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്കാണ് വരുന്നത്. ഒരു വസ്തുത കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിഷയം ഞാൻ വിശ്വസിക്കുന്നത് ഇത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കോവിഡ് സമയത്ത് നമ്മൾ എല്ലായിടത്തും മാന്ദ്യമായിരുന്നല്ലോ. കിഫ്ബിയുടെ പദ്ധതികൾ 10,000 കോടി നമുക്ക് ചിലവാക്കാൻ കഴിഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ GDPയുടെ തോത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ വളർച്ച മുരടിച്ചിട്ടില്ല. ആ വളർച്ച മുരടിക്കാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം ആ കിഫ്ബി വഴി അന്നും തുടർന്നു പോയിക്കൊണ്ടിരുന്ന ആ ഒരു മൂലധന ചെലവും വികസന പദ്ധതികളുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇപ്പം പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഒരു പ്രൂഫ് എടുത്തിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ വളർച്ചാ നിരക്കുകൾ തെളിയിക്കുന്നത് അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു വികസനത്തിൽ പിന്നിലായിപ്പോയ കേരളത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ കിഫ്ബി വലിയ റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നിട്ടും മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന കിഫ്ബി ഒരു വെള്ളാനയാണെന്ന്. കിഫ്ബി വളരെ പതുക്കെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട്. അല്ല, കിഫ്ബി വെള്ളാനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷം, അതായത് 16 ആക്ട് വന്നു, ഏതാണ്ട് ആദ്യത്തെ സെറ്റ് ഓഫ് പ്രോജക്ട്സ് എടുക്കുമ്പം 17-18 ആയി. ഒരു 19-20 മുതൽ ഇന്ന് വരെ ഏതാണ്ട് 30,000 കോടി അടുപ്പിച്ച് നമ്മൾ മൂലധന ചെലവിന് തീർത്തു. എന്ന് പറഞ്ഞാൽ എന്താ, 3 വർഷം ബഡ്ജറ്റിൽ വെക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഇതുവഴി ചിലവാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ മെല്ലപ്പോക്കാണെന്ന് പറഞ്ഞാലല്ലേ. പിന്നെ മെല്ലപ്പോക്കെന്ന് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പം വേൾഡ് ബാങ്കിന് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തെന്ന് വെച്ചോ, അവർ ആ പ്രോജക്റ്റിൻ്റെ ഓരോന്നും വിശകലനം ചെയ്തിട്ടല്ലേ നമുക്ക് സാങ്ഷൻ തരുന്നത്. കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ 6,000 കോൺട്രാക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സ്ഥാപനമാണ് കിഫ്ബി. ആ 6,000 കോൺട്രാക്റ്റ് ഓരോ പ്രോജക്റ്റാണ്. ആ ഓരോ പ്രോജക്റ്റും വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റും എല്ലാം അപ്രൂവ് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബോർഡിൽ കൊണ്ടുപോയി അവിടെ അത് പരിശോധിച്ച് അപ്രൂവൽ വാങ്ങിച്ച് നടത്തണം. വളരെ സുതാര്യമായിട്ടും വളരെ ഗൗരവമായിട്ടുമാണ് വളരെ സുതാര്യമായിട്ട് നടത്തുന്ന ഒരു കാര്യം. ഇത് മാത്രമല്ല, നമുക്ക് ഈ സുതാര്യത കൂട്ടുവാനായിട്ട് പല മെക്കാനിസംസ് ഉണ്ട്. അത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരുപക്ഷെ അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഫണ്ട് ട്രസ്റ്റി അഡ്വൈസറി കമ്മീഷൻ, അതായത് ഫണ്ട് ട്രസ്റ്റി അഡ്വൈസറി കമ്മീഷൻ എന്ന് പറയുമ്പം 2008 ലീമൻ ക്രൈസിസ് നടക്കുമ്പോൾ അന്ന് ഞാൻ സെബിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ബോർഡ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് 2008 ക്രൈസിസ് വന്നു, എവിടെയാണ് പാവപ്പുഴ വന്നത്, അപ്പോൾ അവിടെ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു. അപ്പം പല കാര്യങ്ങൾ അവിടെ ചെയ്തു. അപ്പോൾ അതിനോട് ചേർന്നിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് ഇവിടെ ഫണ്ട് ട്രസ്റ്റി അഡ്വൈസറി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു സമിതി ഉണ്ടാക്കി. അവരെല്ലാം വിദഗ്ധരാണ്. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ ശ്രീ വിനോദ് റായാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഇപ്പോൾ നമ്മളുടെ കാനറ ബാങ്കിൻ്റെ ഫോർമർ MD ശ്രീ ശങ്കരനാരായണനുണ്ട്. അതുപോലെ റിസർവ് ബാങ്കിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പിരിഞ്ഞ ശ്രീ മാഡം ഉമാശങ്കറുണ്ട്. അപ്പോൾ ഇവർ 3 പേരാണ്. ഇവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർസൈറ്റ് മെക്കാനിസമാണ്. നമ്മൾ എന്ത് ചിലവാക്കിയാലും ഇവരുടെ മുമ്പിൽ നമ്മൾ 6 മാസം കൂടി ഇരിക്കുമ്പോൾ അത് പോയി പറയണം. ഇവരിത് പരിശോധിക്കുമ്പം ഞാനതിൻ്റെ മെമ്പർ പോലുമല്ല, ഞാനതിൻ്റെ സെക്രട്ടറി മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ കണക്കുകളുമായിട്ട് ഈ കമ്മിറ്റിയുടെ മുമ്പിൽ ചെല്ലണം. ഞാൻ എന്നിട്ട് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഡിഫെൻഡ് ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ അവരൊരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റിൻ്റെ പേര് ഫിഡലിറ്റി സർട്ടിഫിക്കറ്റ് എന്നാണ്. എല്ലാ അസംബ്ലിയും ഒരു വർഷത്തിൽ ഒരിക്കൽ ഈ ഫിഡലിറ്റി സർട്ടിഫിക്കറ്റ് അസംബ്ലിയുടെ മുമ്പിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അത്ര സുതാര്യമായിട്ടാണ് കൃത്യമായിട്ട് ചെയ്തു വരിക. കൃത്യമായിട്ട്. പിന്നെ കേരളത്തിലെ ഒരു സ്ഥാപനത്തും കാണാത്ത ഒരു പ്രത്യേകതയും കൂടെ പറയാം. 3 മാസം കൂടിയിരിക്കുമ്പം
നമ്മളുടെ അക്കൗണ്ട് ഫൈനലൈസ് ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒപ്പിട്ട് ഇവിടുത്തെ ഓഡിറ്റ് കമ്മിറ്റി, കിഫ്ബിയുടെ ഓഡിറ്റ് കമ്മിറ്റിയിൽ വെച്ച്, ഓഡിറ്റ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സാണെന്ന് ഓർക്കണം, എല്ലാവരും എക്സ്പേർട്സ്. കിഫ്ബിയുടെ ഓഡിറ്റിനെ കുറിച്ചും വ്യത്യസ്ത അഭിപ്രായം. അതെ, അപ്പോൾ അത് ഞാൻ പറയാം. അപ്പം ആ ഓഡിറ്റ് കമ്മിറ്റി വെച്ചിട്ട് വേണം നമ്മൾ അസംബ്ലിയുടെ മുമ്പിൽ വെക്കാൻ. കിഫ്ബിയുടെ ഓഡിറ്റിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞു. AGയെ ഓഡിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഈ കഴിഞ്ഞ 5-6 മാസം മുമ്പ് വരെയും AGയുടെ ടീം ഇവിടെ ഉണ്ടായിരുന്നു. മൊത്തം ഓഡിറ്റ് ചെയ്തു. അവരിവിടെ വരുമ്പം എങ്ങനെയാണ് ചെയ്യുന്നറിയാം, സാധാരണ സ്ഥാപനങ്ങൾ ചെയ്യുന്ന പോലെയല്ല. അവർക്ക് കിഫ്ബിയുടെ എൻറ്റയർ ഡോക്യുമെൻസിൻ്റെ പാസ്വേഡും പിന്നെ ആക്സസും കൂടെ അത് സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്. ഈ 5000-6000 പാക്കേജസ് ഇവിടെ ഓടുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനൊരു സ്ഥാപനത്തിന് പേപ്പർ ഫയൽ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വല്ലാത്ത കൺഫ്യൂഷനാവും. ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പം പേപ്പർ ഫയലേ കാണത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫയലും ഇലക്ട്രോണിക് രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഏജിയുടെ ടീം വരുമ്പം ഈ ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെ താക്കോൽ അവരെ ഏൽപ്പിക്കും. അവർക്ക് എന്ത് വേണേലും നോക്കാം. അവർ നിരന്തരമായിട്ട് വന്ന് അവർക്കൊരു കലണ്ടറുണ്ട്. ആ കലണ്ടർ അനുസരിച്ച് വന്ന് പോയി അവർ റിപ്പോർട്ടും തരും. ഈ റിപ്പോർട്ടിനകത്തൊന്നും അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളോ കുറ്റങ്ങളോ പറഞ്ഞിട്ടില്ല. ഈ കിഫ്ബിക്കെതിരായിട്ടുള്ള പ്രചരണങ്ങളെല്ലാം കേരളത്തിൻ്റെ ഒരർത്ഥത്തിൽ വികസനത്തിനെ തുരങ്കം വയ്ക്കുന്ന കാര്യങ്ങളാണ്. അത് അങ്ങനെ ഞാൻ പറയുന്നില്ല. എങ്കിൽ തന്നെ അതിൻ്റെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ആ ലെവലിലേക്ക് പോവുകയാണ്. കാരണം ഞാൻ ഇപ്പം ഈയിടയ്ക്ക് വന്ന ED നോട്ടീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാൻ എന്നുള്ള നിലയ്ക്കും പഴയ വൈസ് ചെയർമാൻ ഡോക്ടർ തോമസ് ഐസക്കിനും എനിക്കും കിഫ്ബിക്കും 4 പേർക്ക് നോട്ടീസ് അയച്ചു. 4 ലീഗൽ എൻറ്റിറ്റി ആണല്ലോ. ഈ നോട്ടീസ് അയച്ചപ്പം ഞാനൊരു ഉദാഹരണം പറയുമോ എങ്ങനെയാണ് ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നതെന്നുള്ളത്. നമ്മളൊരു അടുത്ത ലോൺ എടുക്കുന്ന ഘട്ടത്തിൽ എല്ലാം റെഡിയായിട്ടിരിക്കുക, ധാരണയായി, അതിൻ്റെ റേറ്റിംഗ് ശരിയായി. ആ റേറ്റിംഗ് നമുക്ക് തരേണ്ടതാണ്. ആ റേറ്റിംഗ് തരാനായിട്ട് തുടങ്ങുമ്പോൾ ഈ കേസ് വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു നിൽക്ക്, ഇച്ചിരി കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു. അത് തടസ്സപ്പെട്ടു. അത് തടസ്സപ്പെട്ടില്ല. ഞങ്ങൾ പറഞ്ഞു നിൽക്കാനൊക്കത്തില്ല, ഞങ്ങളിൽ നല്ല വിശ്വാസമാണ്, നിങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വസിച്ച് ഞങ്ങളുടെ പേപ്പറുകൾ നോക്കി മനസ്സുണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി എന്നൊരു നിലപാടെടുത്തപ്പം അവർ പണം തന്നു. പക്ഷേ അവർ നിന്നു. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് നിരക്ക് നോക്കുമ്പം സംശയങ്ങൾ വരുമ്പം ഈ ഇൻവെസ്റ്റർ അവരുടെ റിസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ. അപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും അല്പം കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് തെറ്റിദ്ധാരണകൾ ഒരു രാഷ്ട്രീയ ചർച്ചയുടെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയത്തില്ല. അത് കിഫ്ബിയെ പോലൊരു സ്ഥാപനത്തിനെയും, കിഫ്ബി എന്ന് പറയുമ്പം സംസ്ഥാന സർക്കാരിനെയും അത് നമ്മുടെ ജനങ്ങളെയും അത് ബാധിക്കുന്ന തരത്തിൽ ഈ സംശയങ്ങൾ. കിഫ്ബിയിലൂടെ ഉണ്ടാകുന്ന വികസനം ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി പൊളിറ്റിക്സ് ആണല്ലോ. എല്ലാ MLA-മാരുടെയും മണ്ഡലങ്ങളിൽ വികസനം നടക്കുന്നു. ഇപ്പം റോഡുകളും പാലങ്ങളും തൊട്ട് എല്ലാ കാര്യങ്ങളിലും. അന്നേരം അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയല്ലേ വേണ്ടത് ശരിക്കും. കിഫ്ബിക്ക് ഇപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും പോയാലും ആ രീതിയിൽ വരേണ്ടതല്ലേ. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ 2016 ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നല്ലോ, അത് പലരും മറന്നുപോകുന്നൊരു കാര്യമാണ്. 2016 അമെൻമെൻറ്റ് 1999 ആക്ടിൻ്റെ അമെൻമെൻറ്റ് വന്നപ്പോഴാണല്ലോ കിഫ്ബിയെ ഈ ലെവലിലേക്ക് ഉയർത്താൻ കഴിഞ്ഞത്. ആ അമെൻമെൻറ്റ് യുണാനിമസ് ആയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് അപ്രൂവ് ചെയ്തൊരു ആക്റ്റാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് കേരളത്തിൻ്റെ ലീഡേഴ്സുമായിട്ട് ഇപ്പം 6 മുഖ്യമന്ത്രിമാരുടെ വർഷങ്ങളും 45ാമത്തെ വർഷം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുക, എനിക്ക് വലിയ വിശ്വാസമാണ്. ഒരു ആവശ്യം വരുമ്പം, ഒരു വിഷയം വരുമ്പം എല്ലാവരും വികസനത്തിൻ്റെ സൈഡായിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അല്ലെങ്കിൽ 2016 ആക്ട് എങ്ങനെയാണ് യുനാനിമസ് ആയിട്ട് അത് അപ്രൂവ് ചെയ്യുന്നത്. അതെ, അപ്പം അങ്ങനെ ഒരു പൊളിറ്റിക്സും വിമർശനവും വേറൊരു കാര്യം. ഇടയ്ക്ക് വന്ന ഒരു ഇതെന്ന് പറയാൻ മസാല ബോണ്ടിനെ കുറിച്ചുള്ള ഒരു വിവാദങ്ങളും അത് എത്രമാത്രം ദോഷം ചെയ്തിട്ടുണ്ട്. മസാല ബോണ്ട് വലിയ രീതിയിൽ മറ്റ് അന്തർദേശീയ തലത്തിലൊക്കെയുള്ള ഒരു അംഗീകാരം കിഫ്ബിക്ക് കിട്ടാൻ സഹായിച്ചിട്ടുള്ളേ ഉള്ളൂ. വലിയ രീതിയിൽ സഹായിച്ചു. മസാല ബോണ്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അത് പലരും ഈ മസാല ബോണ്ട് എന്ന പേര് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് കൊടുത്തതെന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഈ UK-ക്കാർ ഫ്ലോട്ട് ചെയ്യുന്ന ബോണ്ടിന് സ്റ്റെർലിംഗ് ബോണ്ടെന്ന് വിളിക്കും. ജപ്പാൻകാർ ഫ്ലോട്ട് ചെയ്യുന്ന ബോണ്ടിന് സമുറായി ബോണ്ടെന്ന് വിളിക്കും. അപ്പോൾ ഭാരതം നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ബോണ്ടിന് ഒരു തനതായിട്ടൊരു പേര് കൊടുത്തതാണ് ഈ മസാല ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മസാല ബോണ്ടിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അത് ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ് നമ്മൾ ബോറോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ വ്യതിയാനം വന്നാലും നമ്മളെ ബാധിക്കത്തില്ല. നമ്മൾ ആ കമ്മിറ്റഡ് ആയിട്ടുള്ള റേറ്റ് കൊടുക്കും. അങ്ങനെ പല സ്ഥാപനങ്ങളും മസാല ബോണ്ടിന് പോയിട്ടുണ്ട്.
RBIയുടെ പെർമിഷൻ വാങ്ങിച്ചു പോയിട്ടുണ്ട്. നമ്മളും പോയി. പക്ഷെ നമ്മളാണ് ആദ്യത്തെ സംസ്ഥാനതല സ്ഥാപനം ഇതിന് തുനിഞ്ഞത്. ഇതിന് തുനിഞ്ഞു, ഇതിന് സാങ്ഷൻസ് RBIയിൽ നിന്ന് കിട്ടി, ഇത് വാങ്ങിച്ചു. ഇത് സക്സസ്ഫുള്ളായിട്ട് 2019 നമ്മൾ വാങ്ങിച്ചു. 2024 നയ പൈസ വിടാതെ പലിശയും കൂടെ ചേർത്ത് നമ്മൾ തിരികെ കൊടുത്തു. കംപ്ലീറ്റ്ലി ഒരു ഡിഫോൾട്ട് പോലും ഇല്ലാത്ത ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിഡംഷനാണ്. അതൊരു ക്ലോസ് ചാപ്റ്ററാണ്. പക്ഷേ ഇപ്പോഴും അത് വലിയ രീതിയിൽ എടുത്ത് അതെ, കിഫ്ബി അത് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. അത് എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്, എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഇടപെടുന്നത്, ഇതൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്ന് തന്നിട്ടുള്ള ഒരു അനുഭവമാണ് മസാല ബോണ്ട്. മസാല ബോണ്ടിനെ കുറിച്ചുള്ള വിവാദം എനിക്ക് പ്രസക്തമല്ല, ഒട്ടുമല്ല. മസാല ബോണ്ട് ഒരു ക്ലോസ് ചാപ്റ്ററാണ്. മാത്രമല്ല EDയുടെ പരിശോധനയിൽ 2020 ഇലക്ഷൻസിന് തൊട്ട് മുമ്പ് ആണ് ഈ മസാല ബോണ്ട് പരിശോധനയൊക്കെ EDയുടെ ആദ്യത്തെ നോട്ടീസ് കിട്ടുന്നത്. വലിയ പാട് വന്നു ഞങ്ങൾക്ക്. കാരണം ഒന്ന്, കിഫ്ബിക്ക് അന്ന് ED എന്തിനാണ് വരുന്നത്, മസാല ബോണ്ടിൻ്റെ എന്താണ് അവർ നോക്കുന്നതെന്നും നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ ഈ ഒരു 7 കൊല്ലം ഈ മസാല ബോണ്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ കോടതി കേസുകളുമായിട്ടൊക്കെ നടന്നു. അവസാനം ഇവരൊരു അഡ്ജുഡിക്കേഷന് വേണ്ടിയിട്ടൊരു നോട്ടീസ് തന്നു. അത് വാങ്ങിച്ച് വസതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടകരം എന്ന് ഞാൻ പറയാം. അതിനകത്ത് ആ കൂടെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കാര്യം, ലാൻഡ് അക്വിസിഷന് വേണ്ടി നിങ്ങൾ എടുത്ത പണം ചിലവാക്കി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആശുപത്രിക്കും റോഡിനും ലാൻഡ് അക്വിസിഷനിൽ കേരള ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം, കേന്ദ്ര ആക്ട് പ്രകാരം നോട്ടിഫൈ ചെയ്ത് ഭൂമി, അതാണ് തെറ്റെന്ന് പറയുന്നത്. പക്ഷേങ്കിൽ 2014 മുതൽ RBI പറയുന്നത് ലാൻഡ് അക്വിസിഷൻ ആകാം എന്നാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ അർത്ഥമില്ലാത്ത, വലിയൊരു ബേസിസ് ഇല്ലാത്ത ഒരു നോട്ടീസാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അത് കോടതിയിലായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കിഫ്ബി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ സാറ് ഏറ്റവും പ്രധാനമെന്ന് കരുതുന്നത് എന്താണ്? ഞാൻ ഏറ്റവും പ്രധാനമെന്ന് കാണുന്നത്, ഇപ്പം സാധാരണ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് ഹെൽത്ത് കെയർ കോസ്റ്റ്സ് ആണ്. വളരെയധികം, ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട്, ഒരുപാട് പറയാനുണ്ട്, 2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഈ ഹെൽത്ത് കെയർ കോസ്റ്റ്സ് വളരെ, ഇപ്പം നമുക്കിപ്പം തന്നെ നമുക്കറിയാം, സാധാരണ ഒരു തൊഴിലാളി അവരുടെ വീട്ടിലൊരു ക്യാൻസർ അല്ലെങ്കിൽ ഒരു കിഡ്നി ഫെയിലിയർ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം പോകാൻ ആഗ്രഹം വളരെ വലിയ പൈസ കൊടുത്ത് വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാം. കാരണം എന്താ, കുറേ കാലമായിട്ട് നമ്മൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല നമുക്ക്. ഇപ്പം നമുക്ക് ഏതാണ്ട് 6000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ഡയാലിസിസ് സെൻറ്റേഴ്സായി, കാത്ത് ലാബ്സായി, അതുപോലെ തന്നെ ക്യാൻസറിനുള്ള 3 വലിയ ഹോസ്പിറ്റൽസ് വരിക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നാളത്തെ കേരളത്തിൻ്റെ ഒരു ഭാവിയുടെ ഒരു ഭദ്രമായിട്ട് നിർത്താൻ കഴിയുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമത് എനിക്ക് വലിയ പ്രതീക്ഷ തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മൾ കണ്ടമാനം പണം കോളേജുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെൻറ്റേഴ്സ് ഫോർ എക്സലൻസ് തുടങ്ങുന്നുണ്ട്, നമ്മൾ സയൻസ് പാർക്കുകൾ തുടങ്ങുന്നുണ്ട്, ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സ് തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം കൂടെ വലിയ രീതിയിൽ വരുമ്പോൾ ആ ഏരിയയിലും വലിയൊരു, ഇപ്പം കുട്ടികൾ പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ, അതിനും കൂടെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കായിരിക്കും നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം റൈപ്പായിട്ട് വരാൻ ഒരു 2 കൊല്ലം കൂടി ഇനി എടുക്കും. കാരണം അതിനകത്ത് വരണം, അതിനകത്ത് ലാബ് സെറ്റപ്പ് ചെയ്യണം, അങ്ങനെ കുറച്ചുണ്ട്. ഇതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്നതല്ലോ. ഇത് ഞാൻ പറയുമ്പോൾ നോർമലായിട്ടുള്ള ബഡ്ജറ്റിൽ ഹയർ എഡ്യൂക്കേഷനൊരു വിഹിതമുണ്ട്, ഹെൽത്തിനൊരു വിഹിതമുണ്ട്. ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 10 കൊല്ലം കൊണ്ട് ഹെൽത്ത് ബഡ്ജറ്റിൽ കൂടെ എന്ത് ചെയ്യാമായിരുന്നോ അതാണ് നമ്മൾ കിഫ്ബിയിൽ ചെയ്യുന്നത്. ഇനിയിപ്പം കിഫ്ബിയുടെ പല കാര്യങ്ങളും നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം വർക്കല കനാൽ തുറക്കും. വർക്കല കനാൽ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ ഐശ്വര്യമായിരുന്നു, ഇല്ലേ? അത് നമുക്ക് തുറക്കാൻ കഴിയുക, അതിലൂടെ ബോട്ട് ഓടിക്കാൻ കഴിയുക എന്ന് പറയുന്നത് സങ്കല്പിക്കാനൊക്കാത്തൊരു ലെവലിലേക്കല്ലേ. വലിയ ചിലവ് വരുന്ന ഒരു പ്രോജക്റ്റാണ് ഈ വെസ്റ്റ് കോസ്റ്റ് കനാൽ. അത് നടക്കുന്നു. കേരളത്തിൽ ഇപ്പം ഒരു ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചെങ്കിലും സ്ട്രെച്ചസ്, കോസ്റ്റൽ ഹൈവേ 14 മീറ്റർ വീതിയിൽ ഒരു സൈക്കിൾ ട്രാക്കോടുകൂടി നല്ലൊരു ദൂരം നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ഇപ്പോൾ കേരളം ധനപ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും ഈ ഇപ്പോഴത്തെ സർക്കാർ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും, നടത്തുന്നു. പലതും ഇങ്ങനെ നിർമ്മാണ പ്രക്രിയ നടക്കുന്നു. അതിൽ മേജർ റോൾ വഹിക്കുന്ന കിഫ്ബിയല്ലേ? മേജർ റോൾ വഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം മൂലധന ചെലവിൻ്റെ ഏതാണ്ട് 40-45% കിഫ്ബിയിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. 55%
ബഡ്ജറ്റിൽ നിന്ന് വരും. ഇപ്പോഴത്തെ ഒരു കണക്ക് ഞാൻ പറയാം, ഒരു ഏകദേശ കണക്ക് പറയാം. ഈ ഗവൺമെൻറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റിലെ 55%, കിഫ്ബിയുടെ 45%, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആകാതെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് നല്ലൊരു ധന മാനേജ്മെൻറ്റ് ഉണ്ടായി. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേരുമ്പോഴത്തേക്കും കേരളത്തിന് വലിയൊരു ഭാവിയാണ്. ഏത് മേഖല എടുത്താലും ഇതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വലിയ രീതിയിൽ വികസനം ഉണ്ടാകുമ്പോൾ കൊച്ചിയുടെ കാര്യം എടുക്കുക. കൊച്ചി എല്ലാവരും പറഞ്ഞു 2050 കൊച്ചി വെള്ളത്തിലായി പോകുമെന്ന് പറയുന്നു. ഇപ്പം IURWTS എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒരു 800 കിലോമീറ്റർ കനാൽസ് പൈപ്പിട്ട് വൃത്തിയാക്കി അതിനുള്ള സെപ്റ്റേജ് പ്ലാന്റും വെച്ചിട്ട് ഈ കനാൽ മൊത്തം വൃത്തിയാക്കി കഴിയുമ്പം അവിടെ എത്ര കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാലും നല്ല ഒഴുക്കിൽ അത് മുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രോജക്ട്സ് നമുക്ക് കിഫ്ബിയിൽ പറയാനുണ്ട്. ഈ ഹെൽത്തും ഹയർ എഡ്യൂക്കേഷനും കൂടാതെ തന്നെ ഒരുപാട് കിഫ്ബിയിലൂടെ ഭാവിയിൽ കടബാധ്യത വലുതായിട്ട് കൂടുമെന്നുള്ളത് ഒരു രീതിയിലും യോജിക്കാൻ പറ്റില്ല. അത് അടിസ്ഥാനരഹിതമാണ്. പക്ഷേ ഈ കിഫ്ബിയെ ഇനി വരുന്ന ഏത് ഗവൺമെൻറ് ആണെങ്കിലും കിഫ്ബിയെ മാറ്റി നിർത്താൻ പറ്റൂ? കിഫ്ബിയെ മാറ്റി നിർത്തും തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2016 ഐക്യകണ്ഠമായിട്ടാണല്ലോ ഇത് പാസ്സാക്കിയത്. അതേ ഒരു സ്പിരിറ്റ് തന്നെ ആയിരിക്കും ഇനിയും കിഫ്ബിയെ ഗവൺമെൻറ്റുകൾ പിന്നെ ഏത് ഗവൺമെൻറ് വന്നാലും കൈകാര്യം ചെയ്യുന്നത്. കാരണം കിഫ്ബി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ മോഡലാണ്. ആ ഫിനാൻഷ്യൽ മോഡലിനെ തകർക്കാതിരിക്കുകയാണ് ഏത് ഗവൺമെൻറ്റിനും നല്ല അഭികാമ്യം എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇതുപോലൊരു മോഡൽ ഇല്ല, ഇതുപോലൊരു മോഡലില്ല. കാരണം ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉണ്ടല്ലോ. ഈ കിഫ്ബിയെ കടമെടുക്കാൻ സജ്ജമാക്കണമെങ്കിൽ അതിനുള്ള ആ കിഫ്ബിയുടെ ഘടന അത്ര കണ്ട് മുന്തിയ ഒരു ഘടന ആയിരിക്കണം. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഈ മസാല ബോണ്ടിൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ പ്രൈമറി ഇൻവെസ്റ്റർ ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ ഓഫീസ് കണ്ടു. അയാൾ പെട്ടെന്നൊരു ടേപ്പ് ചോദിച്ചു. ഞാനിങ്ങനെ സർപ്രൈസായി, എന്തിനാണ് ഇവിടെ വന്ന് ടേപ്പ് ചോദിക്കുന്നത്? അയാൾ ഹെൽത്ത് ഹോസിന് പിന്നെ ഇവിടുന്ന് തീ പിടിച്ചാൽ ആ എസ്കേപ്പ് റൂട്ട് വരെ സ്റ്റെയർ കേസ് വരെയുള്ള നീളം കൃത്യമായിട്ടുണ്ടോ എന്ന് ഒരു ഇൻവെസ്റ്റർ നോക്കുകയാണ്. അത്ര കരുതിയാണ് അവർ ഓരോന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ലെവലിലേക്ക് ഒരു സ്ഥാപനത്തിനെ ഉയർത്തുക, കിഫ്ബിയെ പോലൊരു സ്ഥാപനത്തിനെ ഉയർത്തുക, അത് വളരാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അതിന് ഒത്താശ ചെയ്ത് അതിന് സഹായം ചെയ്ത് തരിക, ഇതൊരു വലിയൊരു അനുഭവം, വലിയൊരു മാറ്റത്തിനാണ് വഴിവെച്ചത്. ഇപ്പം കേരളത്തിൻ്റെ മൊത്തത്തിൽ പറയുമ്പോൾ ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ സംസ്ഥാന മന്ത്രി ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു, ഈ യുവതലമുറ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇനിയുള്ളൊരു വികസനം, ഇനിയുള്ള അടുത്ത വർഷത്തെ 10 വർഷത്തെ വികസനം ഏത് മേഖലയിലായിരിക്കും? നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിനെ ഒരു നോളജ് എക്കോണമി ആക്കണം. ആ നോളജ് എക്കോണമി ഇപ്പം കിഫ്ബിയിൽ തന്നെ 3-4 പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാനൊന്ന് പറയട്ടെ, ജെനോമിക്സ് ഒരു സംസ്ഥാനവും നടത്തിയിട്ടില്ല. കിഫ്ബിയുടെ കീഴിൽ ഒരു ജെനോമിക് ഡേറ്റാ സെൻ്റർ ഉണ്ട്. അപ്പോൾ ജീൻസിൻ്റെ റിസർച്ചിലും അതിൻ്റെ അനാലിസിസിലേക്കും കേരളം പോവുകയാണ്. കർണാടക ഗവൺമെൻറ് കഴിഞ്ഞ മാസം അവർ തുടങ്ങാൻ പോകണമെന്നുള്ളൊരു ആശയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ സെൻറ്റർ ഫോർ മൈക്രോബയോം നാളെയോ മറ്റോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അത്. സെൻറ്റർ ഫോർ മൈക്രോബയോം, സെൻറ്റർ ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അപ്പോൾ ഇങ്ങനത്തുള്ള ധാരാളം സെൻറ്റേഴ്സാണ് നമ്മുടെ കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് കഴിയുന്നത്. കേരളത്തിൻ്റെ വികസനം ആ രീതിയിലേക്ക് തിരിച്ചു വിടണമെങ്കിൽ കിഫ്ബിയുടെ സ്രോതസ്സുകളും സംസ്ഥാന സർക്കാരിൻ്റെ സ്രോതസ്സുകളും ധനസ്രോതസ്സുകളും ഒരുമിപ്പിച്ചിട്ട് ഈ പറഞ്ഞ മേഖലയിലേക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു സയൻസ് പാർക്കിൻ്റെ തറക്കല്ലിടിയിലിൻ്റെ അടുത്ത് തുടക്കം കണ്ണൂർ പറ്റിയേക്കും. നമുക്കിനി 2 സയൻസ് പാർക്കും കൂടെ തുടങ്ങാനുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, ഇവിടെയുണ്ട്, എറണാകുളത്തുമുണ്ട്. അതുപോലെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, അതിൻ്റെയും പണി നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്തൂടെ നടക്കുമ്പോൾ വിവാദങ്ങളാണല്ലോ എപ്പോഴും. ഇപ്പോൾ ഒരു 4.5 പതിറ്റാണ്ടായിട്ട് കേരളത്തിൻ്റെ ഒരു ഭരണനിർവഹണത്തിൽ നിർണായകമായ റോൾ വഹിക്കുന്ന വ്യക്തിയാണ്. എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ഈ വിവാദങ്ങൾ ഇങ്ങനെ മേളിപ്പിക്കുന്നു. ഞങ്ങൾ തന്നെ വിഴിഞ്ഞത്തിൻ്റെ ഒരു വിവാദം വന്നപ്പോൾ ഞങ്ങൾ വിവാദമല്ല വികസനമാണ് വേണ്ടതെന്ന് പറഞ്ഞ് വിഴിഞ്ഞത്തിന് വേണ്ടി നിന്ന ഒരു പത്രമാണ് കേരളമതി. പൊതുവായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം? എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഹൈലി കോമ്പറ്റിറ്റീവ് പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ഉണ്ട്.
അപ്പോൾ അത് ഇങ്ങനെ വന്നിട്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുക, ഈ അമർത്യ സെന്നിൻ്റെ ബുക്കുണ്ടല്ലോ, ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ, എനിക്ക് തോന്നുന്നു അത് കേരളീയരെ കുറിച്ച് എഴുതാണെന്ന് എനിക്ക് പലപ്പോഴും. നമ്മൾ എപ്പോഴും ആർഗ്യുമെൻറ്റ്സും വിവാദങ്ങളും അത് കുറച്ച് കഴിയും, പക്ഷെ നമ്മൾ ഡിസ്ട്രക്റ്റീവ് അല്ല. നമ്മൾ ഒരു സമയത്തും നമ്മളുടെ ഇൻട്രസ്റ്റിനെതിരെ അൾട്ടിമേറ്റ് അനാലിസിസിൽ നമ്മൾ ഒരിക്കലും നിലകൊണ്ടിട്ടില്ല. നമ്മളൊരു ഒരു 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 കൊളാബറേറ്റീവ് കമ്മ്യൂണിറ്റിയാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഒന്നിച്ചു വരും, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കും, വിവാദങ്ങൾ പറയും. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചൊരു പാഠം കേരളത്തിനെക്കുറിച്ച്, വിവാദങ്ങൾ വരും, അത് ഫേസ് ചെയ്തേ പറ്റൂ. പക്ഷേ വിവാദങ്ങളൊന്നും നമ്മുടെ സംസ്ഥാനത്തിനെയോ നമ്മളുടെ സംവിധാനങ്ങളെയോ ക്ഷീണിപ്പിച്ച് ദുർബലപ്പെടുത്തുന്ന ഒരു ലെവലിലേക്ക് പോകാൻ മലയാളി മനസ്സ് സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്നതിന് നാളെ ഈ വിഴിഞ്ഞത്തിൻ്റെ അടുത്ത ഫേസ് ഉദ്ഘാടനം ചെയ്യാൻ പോകും. അന്നേരം ആ വിഴിഞ്ഞം ഇനി എന്തെല്ലാം വലിയൊരു നേട്ടം കേരളത്തിനുണ്ടാക്കും? വിഴിഞ്ഞം ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അദ്ദേഹം മുൻകൈ എടുത്ത് ഒരു വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കോറിഡോറിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ വികസനത്തിനോട് ചേർന്ന് തന്നെ നമ്മളും വലിയ വലിയ പാർസൽസ് ഓഫ് ലാൻഡ്, ഇൻഡസ്ട്രിയൽ പാർക്ക്, കണ്ടെയ്നർ പാർക്സ്, ലോജിസ്റ്റിക്സ് പാർക്സ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇനിയും വരുന്ന 1-2 വർഷം നമ്മൾ ഊന്നൽ കൊടുക്കാൻ പോകുന്നത് ആ തരത്തിലായിരിക്കും. അപ്പം വലിയ പാർക്കുകൾ, വലിയ ലാൻഡ് അക്വയർ ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിനെ അവിടെ കൊണ്ടുവരും. ഇപ്പം തന്നെ ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്, നമ്മളും കൂടെ 50% ചിലവ് വഹിക്കുന്ന ഔട്ടർ റിംഗ് റോഡ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഈ ഔട്ടർ റിംഗ് റോഡും കൂടെ വന്നു കഴിഞ്ഞ് ഈ വിഴിഞ്ഞം കൊല്ലം പുനലൂർ കോറിഡോർ ട്രയാങ്കിൾ നമ്മൾ വിളിക്കുന്നത്, ആ ട്രയാങ്കിളും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ വിഴിഞ്ഞത്തിൻ്റെ വിഴിഞ്ഞം തരുന്ന നമുക്കൊരു ബലമുണ്ടല്ലോ, അത് മൊത്തം നമുക്ക് ക്രിയാത്മകമായിട്ട് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വളർത്തിയെടുക്കാനായിട്ട് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതേസമയം കേന്ദ്രത്തിൻ്റെ പദ്ധതികളോട് കേരളം മുഖം തിരിച്ച് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ PM ശ്രീ പദ്ധതി വന്നപ്പം ഇന്ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞതാണ്, ഇതുപോലുള്ള പദ്ധതികളോട് മുഖം തിരിച്ച് നിൽക്കുന്നു. അതിനെക്കുറിച്ച് എന്ത് പറയും? മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് പല രാഷ്ട്രീയ കാരണങ്ങൾ കാണും. ഇപ്പോൾ അതൊരു ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതില്ലാതെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പദ്ധതിയില്ല. നമ്മൾ ഇപ്പം JJM അതിനകത്ത് യാതൊരു മോൻ തിരിവില്ലല്ലോ. നമ്മൾ ടാർഗറ്റിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ അച്ചീവ് ചെയ്ത് ബാക്കി പണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് ഗവൺമെൻറ്റിൻ്റെ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടനുസരിച്ചേ പ്രതികരിക്കത്തുള്ളൂ. കേന്ദ്ര പദ്ധതികൾ പലതുകൊണ്ട് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള വാദം ശരിയാണ്? ഒട്ടും ശരിയല്ല. പക്ഷേ കേന്ദ്ര പദ്ധതിക്കകത്ത് ഈ അടുത്തിടെയായിട്ട് കടന്നുകൂടിയിരിക്കുന്ന ഒരു ഡിസ്റ്റോർഷനും കൂടെ ഉണ്ട്. പൊളിറ്റിക്കൽ ഡിസ്റ്റോർഷൻ അല്ല ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിന് പറ്റാത്ത, അല്ലെങ്കിൽ കേരളത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അയൽ സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം ഉദ്യോഗസ്ഥർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിനും അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള മാർഗരേഖകളിൽ ഉള്ള തടസ്സങ്ങൾ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ തടസ്സങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെയുള്ള പദ്ധതികളുടെ മാക്സിമൈസ് ചെയ്യാൻ. എന്നാൽ ഞാനൊക്കെ ഒരു 30 വർഷം മുമ്പ് ധനകാര്യത്തിൽ ജോലി തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷമമില്ല. കാരണം കേരളത്തിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓട്ടോണമി കാണും, കുറച്ച് ക്രൈറ്റീരിയ നമുക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ കാണും, കുറച്ചുകൂടി ഒരു ഡയലോഗ് ബേസ്ഡാണ്. ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത, ആ ഡയലോഗിനകത്ത് നല്ല ക്ഷീണം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുമ്പോൾ, ഞാനും ബഹുമാനപ്പെട്ട ശിവദാസ മേനോൻ സാറും കൂടെ അന്ന് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നപ്പം അന്ന് മേജർ ജസ്വന്ത് സിംഗ് സാറായിരുന്നു കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രി. ഞങ്ങൾ രണ്ടുപേരും കൂടെ, വിനോദ് റായ് സാറും ഉണ്ടായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി, ഞാൻ സെക്രട്ടറി, ബഹുമാനപ്പെട്ട മിനിസ്റ്ററും കൂടെ ചേർന്ന് നടന്ന് ഒരു പെറ്റീഷൻ അദ്ദേഹം കൊടുത്ത്, അദ്ദേഹം അതിനകത്ത് സഹായകരമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ. അപ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ വലിയ ഡയലോഗിനൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പം ഞാൻ അത്രയും കാണുന്നില്ല. കാരണം ഞാനിപ്പോൾ ഇരിക്കുന്നത്, അപ്പോൾ നമുക്കൊരു വിഷയം പോയിട്ട് ചർച്ച ചെയ്ത് ഒരു തീർപ്പാക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പം കിഫ്ബിയുടെ കടം പരിധിയിൽ കൂട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുക ഇതേ വിഷയത്തിന്. ആ കടം പരിധിയിൽ കൂടും എന്ന് പറയുമ്പോൾ തന്നെ നാഷണൽ ഹൈവേയുടെ മോഡലും നമ്മുടെ മോഡലും ഒന്ന് തന്നെയാണ്. അപ്പോൾ നാഷണൽ ഹൈവേ മോഡലിൽ നാഷണൽ ഹൈവേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് കൺട്രോൾഡ് ലെവറേജ് മോഡൽ ഒന്നും അല്ലാതെ തന്നെ സാധാരണഗതിയിൽ അവർ കടമെടുക്കുമ്പോൾ അത് കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുന്നതിന് ഉള്ള ഒരു പരിഗണന പോലും നമ്മളതിന് തന്നിട്ടില്ല.
ഒരു ഡയലോഗ് അസാധ്യമായി വരുന്ന ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം കാണുന്നു ഞാൻ. അതിന് അയവ് വരുമായിരിക്കും, പക്ഷേ ഇപ്പം ഞാനത് അപ്പോൾ കേരളം ഒരു കടക്കണിയിലെന്നുള്ള വാദം ശരിയല്ല. അല്ല, കടക്കണിയിൽ കടബാധ്യത ഉണ്ടാക്കി എന്നുള്ള വാദവും ശരിയല്ല. ഒട്ടും തന്നെ ശരിയല്ല. ഞാൻ ഇടയ്ക്ക് ചോദിച്ച ബഡ്ജറ്റ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ബഡ്ജറ്റ് ഇതൊരു ഇൻ്ററും ബഡ്ജറ്റാണ്. ആ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഇൻ്ററും ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് വന്നാലും, LDF ഗവൺമെൻറ് വന്നാലും UDF ഗവൺമെൻറ് വന്നാലും, അവർ ജൂൺ ജൂലൈ മാസം വീണ്ടും ഒരു ബഡ്ജറ്റ്. അപ്പോൾ ഇതൊരു ഇൻ്ററും ബഡ്ജറ്റാണ്. അപ്പോൾ ഇൻ്ററും ബഡ്ജറ്റിന് സാധാരണ കണ്ടുവരുന്നത് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസം ഈ ബഡ്ജറ്റിൽ കുറച്ച് പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. സാറിൻ്റെ പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഈ മാർഷ്യൽ ആർട്സ് ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ നന്നായി പോണു. ഞാൻ പിന്നെ ടൈക്കോണ്ടോയിൽ 2nd ഡാൻ ആയിരുന്നു. പിന്നെ ഇപ്പം ഈ ഏപ്രിൽ ആകുമ്പോഴത്തേക്കും 3rd ഡാൻ ക്വാളിഫൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതിനൊക്കെ സമയമുണ്ട്. വെളുപ്പിന് 4:30ക്കുള്ള അധ്വാനമാണ്. 4:30 തൊട്ട് ഒരു 5:30-6 വരെ ഞാനതിന് മാറ്റി വെക്കും. അപ്പോൾ കിഫ്ബി മുന്നോട്ട് തന്നെ. കിഫ്ബിക്ക് എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ആവശ്യമാണ്. അത് കിട്ടും എന്നുള്ള ഒരു വലിയ വിശ്വാസം എനിക്കുണ്ട്. അല്ല, കേരളത്തിൻ്റെ വികസനത്തിൽ ഇപ്പോഴുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും.